ഒരു കാലത്ത് കറുപ്പും വെളുപ്പും കലർന്ന അഭ്രപാളികളിൽ മനം കവർന്ന നായകനരികിൽ അവർ ഒത്തുകൂടി. മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ കാണാൻ KR വിജയ, ഉഷാകുമാരി, ചെമ്പരത്തി ശോഭന ഉൾപ്പെടെ ആദ്യകാല നായിക നടിമാർ ഒരുമിച്ചെത്തിയത് അപൂർവ കാഴ്ചയായി. 1960കളിലും 70കളിലും മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നായികമാർ തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ ഒരുമിച്ചെത്തി. 67-ൽ പുറത്തിറങ്ങിയ രമണനിലെ മദനനെ കാണാൻ കാർത്തിയും 72-ൽ പുറത്തിറങ്ങിയ ചെമ്പരത്തിയിലെ ബാലചന്ദ്രനെ കാണാൻ ശോഭനയും എത്തിയത് കൗതുക കാഴ്ചയായി. രമണനിൽ കാർത്തിയായി വേഷമിട്ട ഉഷാകുമാരി വർഷങ്ങൾക്ക് ശേഷം മദനനെ കാണാൻ എത്തിയപ്പോൾ നായകന് 90-ഉം നായികയ്ക്ക് 80-ഉം പിന്നിട്ടു. 64-ൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മണവാട്ടിയിലെ നായിക KR വിജയയും തന്റെ നായകനെ കണ്ട് വിശേഷം പങ്കുവച്ചു. ചെമ്പരത്തി ശോഭനയും കനകദുർഗയും രാജശ്രീയും ഭവാനിയും ഉൾപ്പെടെ തന്റെ നായികമാരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ മഹാനടനും ഏറെ സന്തോഷമായി. പലരുടെയും രൂപവും ഭാവവുമൊക്കെ മാറിയതിനാൽ പേരും സിനിമയും പറഞ്ഞാണ് ഓർമ്മിപ്പിച്ചത്. എല്ലാവരും പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു പക്ഷേ ഒറ്റയ്ക്ക് കണ്ടെങ്കിൽ തിരിച്ചറിയില്ലായിരുന്നു. ചിലരെല്ലാം കണ്ടതിന് വളരെ വ്യത്യാസമുണ്ട്. ചിലരൊക്കെ കുറേശ്ശെ അതുപോലെ തന്നെ ഇരിക്കണം. എന്നെക്കാളെ എല്ലാവരും ഹെൽത്തിയാണ്. സോ വെരി ഗുഡ്. ചെമ്പരത്തിയാണ് അഭിനയിച്ചത്, ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഷോട്ട് മധു സാറോടാണ്. ഭയങ്കര സന്തോഷമായി. ആ പടത്തിലായിരുന്നു മണവാട്ടി. അതിനുശേഷം ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി വരികയാണെങ്കിൽ അദ്ദേഹത്തെ കാണണമെന്നുണ്ടായിരുന്നു. ஆச இன்னும் நிறைவேறி. இன்னைக்கு மது அவரை பார்க்கணுன்னு இந்த கேரளாவுக்கு வந்தது முதல்ல அவரை பார்த்து தான் மற்ற வேலையெல்லாம் பண்ணணும்னு சொல்லிட்டு அன்னைக்கு இவரை பார்த்ததில் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി തലസ്ഥാനത്ത് എത്തിയപ്പോഴാണ് പ്രിയ നടനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എല്ലാവരും ഒത്തുകൂടിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.